ഗൈസ് ഞാൻ ഇന്ന് ഫ്രാങ്കിളിനായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ സിറ്റിയിലോട്ട് ഇന്ന് ഷിൻജാൻ വന്നേന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഷിൻജാനെ വിളിക്കാൻ പോവാം ഗൈസ്. നേരെ അപ്പം അങ്ങോട്ട് പതുക്കെ ഷിൻജാനെ വിളിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഷിൻജാനെ വിളിക്കാനായിട്ട് ഇവിടെ ഒരു പ്രത്യേക സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. നമ്മുടെ നിസാൻ GTRലാണ് നമ്മൾ ഷിൻജാനെ വിളിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ GTR എടുത്തിട്ട് ഷിൻജാൻ്റെ ലൊക്കേഷനിലോട്ട് പോവാം. ഷിൻജാൻ ട്രെയിനിൻ്റെ അവിടെ വരാമെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്കിനി ഷിൻജാൻ്റെ അങ്ങോട്ട് പോകണം പതുക്കെ. ഇനി ഇതിപ്പോൾ അത് ഗൈസ് GTR തട്ടി, അത് കുഴപ്പമില്ല. നമുക്ക് നേരെ ട്രെയിനിൻ്റെ സ്ഥലത്തോട്ട് പോവാം. നമ്മളാ ബൂസ്റ്ററൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് മോഡിഫൈഡ് GTR ആണ് ഗൈസ്. എൻ്റെ പൊന്നോ ഗൈസ്, പോണ വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അത് കുഴപ്പമില്ല. നമുക്ക് നേരെ ഷിൻജാനെ വിളിക്കാൻ പോവാം ഗൈസ്. ഇവിടെ ഷിൻജാൻ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഷിൻജാൻ വെയിറ്റ് ചെയ്യാനായിരിക്കും ഗൈസ് നമ്മളെ. പിന്നെ ഷിൻജാൻ എപ്പോൾ വരുമെന്ന് നോക്കാം. ഷിൻജാൻ അതിൻ്റെ മുകളിൽ നിന്ന് വരട്ടെ ഗൈസ്. ഞാൻ വന്ന് ആടാ, നീ പെട്ടെന്ന് വണ്ടി കയറിക്കോ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഫ്രാങ്കിളണ്ണ, ഞാൻ വണ്ടി കയറണേ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. ഷിൻജാനെ വണ്ടി കയറ ഗൈസ്. എന്താ ഷിൻജാൻ വണ്ടി കയറാത്ത? അന്നാ എന്നെ വെയിറ്റ്, ഞാൻ കയറിയില്ല. ഞാൻ കയറിയിട്ടെ, എന്നാൽ വിട്ടോ വണ്ടി. ഓക്കെടാ ഷിൻജാനെ, ഞാൻ നേരെ വണ്ടി വിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഷിൻജാൻ വന്നുകൊണ്ട് നമുക്ക് നേരെ പുതിയൊരു വണ്ടി എടുക്കാം ഗൈസ്. ഷിൻജാൻ വന്നത് കൊണ്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോണേ പുതിയ. ആദ്യം നമുക്ക് ഈ വണ്ടി അവിടെ വെക്കാം, നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട്. എടാ ഷിൻജാനെ, നമ്മൾ ഏത് വണ്ടിയാണ് എടുക്കേണ്ടത്? ഫ്രാങ്കിളണ്ണ, എനിക്കല്ലേ ഏത് വണ്ടിയാണെന്നറിയോ ഇഷ്ടം? നീ പെട്ടെന്ന് പറയടാ, നിനക്ക് ഏത് വണ്ടി ഇഷ്ടം? അതാ എനിക്കിഷ്ടമുള്ള വണ്ടിയില്ലേ? എന്താണ്? എപ്പോഴും നമ്മൾ സൂപ്പർ കാറല്ലേ ഫ്രാങ്കിളണ്ണ എടുക്കാറ്, അതുകൊണ്ട് നമ്മൾ ഇത്തവണ XUV എടുക്കാൻ പോവാണ്. ഓക്കേടാ ഷിൻജാനെ, നമുക്ക് SUV എടുക്കാം. ഫ്രാങ്കിളണ്ണ GTRൻ്റെ അത്രയും പവറാണ് വരൂലല്ലേ SUVക്ക്? ഇല്ലടാ ഷിൻജാനെ, GTRനാണ് XUVനേലും പവർ കൂടുതൽ. ഓക്കെ ഫ്രാങ്കിളണ്ണ, നമ്മ ബൈക്കിലാണോ പുതിയ വണ്ടി എടുക്കാൻ പോണത്? ആടാ ഷിൻജാനെ, ഞാൻ നിനക്ക് വണ്ടി ഇത്തിരി ബാക്ക് എടുത്ത് തരാം, പെട്ടെന്ന് കയറിക്കോ. നീ എന്താ വണ്ടി കയറണില്ലേ? എടാ ഷിൻജാനെ, വണ്ടി കയറ. ഞാൻ കയറാം ഫ്രാങ്കിളണ്ണ, ധൃതി പിടിക്കല്ലേ ഫ്രാങ്കിളണ്ണ. ഈ ബൈക്ക് വേണ്ട, പുറത്തുള്ള ബൈക്ക് മതി. ആടാ ഷിൻജാനെ, നമുക്ക് പുറത്തുള്ള ബൈക്കായി പോകാം. ഇതെന്താ ഷട്ടർ പറയാത്ത ഗൈസ്? അപ്പോൾ നമ്മുടെ ഷട്ടർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പുറത്തുള്ള ബൈക്ക് എടുത്തിട്ടുണ്ട് ഷിൻജാൻ പറഞ്ഞ പോലെ. ഫ്രാങ്കിളണ്ണ, യെസ്, ഇതാണ് എനിക്കിഷ്ടമുള്ള ബൈക്ക്, ഞാൻ ഈ ബൈക്കിലേ കയറുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഷിൻജാൻ പുറത്തുള്ള ബൈക്കിലേ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല ഗൈസ്. പുറത്തുള്ള ബൈക്കും അകത്തുള്ള ബൈക്കും സെയിം ആണ്. അകത്തുള്ള പുതിയ ബൈക്കാണ്, പുറത്തുള്ള ഇത്തിരി പഴയ ബൈക്കാണ്. എടാ നിനക്കെന്താണ് ഈ പഴയ ബൈക്കിൽ പോണത് ഇഷ്ടം? കാരണം ഈ പഴയ ബൈക്കാണ് വൈബ്. ഓക്കേടാ ഷിൻജാനെ, പഴയ ബൈക്കാണ് വൈബെങ്കിൽ പഴയ ബൈക്കാവട്ടെ. ഇനി ഈ പറയണ വണ്ടി നമ്മൾ ഇപ്പം എടുക്കാൻ പോകണടാ ഷിൻജാനെ, അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ? നീ പറയണ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ എടുക്കും. ഷിൻജാനെ അകത്തോട്ട് വന്നില്ലേടാ? പെട്ടെന്ന് വേണം ഷിൻജാനെ, ഞാൻ നേരെ ഓടിപ്പോയിട്ട് വണ്ടി സെലക്ട് ചെയ്യട്ടെ. ഈ വണ്ടി വേണോടാ ഷിൻജാനെ? വേണ്ട ഫ്രാങ്കിളണ്ണ, ബൈക്കൊന്നും വേണ്ട. ഈ വണ്ടി വേണോടാ ഷിൻജാനെ? വേണ്ട. ഇതൊട്ടും വേണ്ട. ഇത് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇതൊട്ടും വേണ്ട, പോലീസിൻ്റെ പോലത്തെ വണ്ടിയല്ലേ. ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. എടാ ഷിൻജാനെ, അപ്പോൾ നിനക്ക് ഏത് വണ്ടിയാണ് വേണ്ടത്? ഫ്രാങ്കിളണ്ണ, എനിക്ക് ഫോർച്യൂണർ അല്ലെങ്കിൽ ഫെറാറി മതി. ഗായ്സ്
അപ്പോൾ നമ്മുടെ ഷിൻജാൻ പറയണ ഫെറാറി അല്ലെങ്കിൽ ഫോർട്ടൂനർ മതി എന്നാണ്. എടാ ഷിൻജാനെ, നീ ഉറപ്പിക്കടാ ഏത് വണ്ടി വേണമെന്ന്. എന്നാൽ ഞാൻ ഇപ്പോൾ ഉറപ്പിക്കാടാ. അപ്പോൾ ഫെറാറി മതി. ഓക്കേടാ ഷിൻജാൻ, നമ്മൾ ഫെറാറി മേടിച്ചിട്ടുണ്ട്. 1 കോടി രൂപയുണ്ടോ ഫെറാറിക്ക്? നീ വന്നുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ഫെറാറി. എടാ പതുക്കെ വന്നാൽ മതി കേട്ടോ, ഓടിയാ വീഴുന്നി. ഷിൻജാനെ പെട്ടെന്ന് വാ. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ പെട്ടെന്ന് വരാം. ആടാ ഷിൻജാനെ. ഗായ്സ്, നമ്മ വന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഈ പാർട്ടി പോപ്പറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വൈബാണല്ലോ ഗൈസ്. ഫ്രാങ്ക്ലിൻ, ഞാൻ വണ്ടി കയറിയില്ല. നീനെ കയറ്റാടാ, നീ ധൃതി പിടിക്കല്ലേ. നീ എവിടെയാടാ ഷിൻജാനെ? പെട്ടെന്ന് കയറി വണ്ടിയിൽ. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ നേരെ പറപ്പിച്ച് വീട്ടിലോട്ട് വിട്ടോ. ഓക്കേടാ ഷിൻജാനെ, ഞാൻ നേരെ പറപ്പിച്ച് വീട്ടിലോട്ട് വിടാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഫസ്റ്റ് ഫ്രാങ്ക്ലിൻ വണ്ടി മോഡിഫൈ ചെയ്യണം. ഓക്കേടാ ഷിൻജാനെ, നമുക്ക് ഫസ്റ്റ് വണ്ടി മോഡിഫൈ ചെയ്യാം. ഫ്രാങ്ക്ലിൻ എന്താ ഈ വഴി വന്നത്? അതാ ഈ വഴി എന്താണ്, ഞാൻ വെറുതെ ഒരു തമാശക്ക് വന്നേടാ ഷിൻജാനെ. ഈ വഴി വന്നിട്ട് കുറേ കാലമായില്ലേ. ആ ഫ്രാങ്ക്ലിൻ ഇനി നേരെ പോണല്ലേ? ആടാ, വണ്ടി നേരെ പോയാലല്ലേ ബെന്നിയണ്ണൻ്റെ ഷോപ്പിലെത്തുള്ളൂ. ആ ഫ്രാങ്ക്ലിൻ നേരെ പറപ്പിച്ച് ബെന്നിയണ്ണൻ്റെ ഷോപ്പിലോട്ട് പോക്കോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഷിൻജാൻ പറയണ ബെന്നിയണ്ണൻ്റെ കടയിൽ പോയിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഷിൻജാൻ പറഞ്ഞ പോലെ വണ്ടി മോഡിഫൈ ചെയ്ത് കൊടുക്കണം ഗൈസ്, കാരണം വന്നാലേ ഉള്ളൂ. അത് തന്നെ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ശരിയാണ് ഗൈസ്. ഞാൻ പറയണ മോഡിഫിക്കേഷൻ എല്ലാം ഫ്രാങ്ക്ലിൻ ചെയ്തു തരും. ഫ്രാങ്ക്ലിൻ വീല് മാറ്റണ. ഓക്കേടാ, വീല് മാറ്റാം. സസ്പെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, സസ്പെൻഷൻ കൂട്ടണ കുറക്കണം. കുറക്ക് ഫ്രാങ്ക്ലിൻ, ബാക്കി മാത്രം കുറച്ചാൽ മതി. എടാ ബാക്കി മാത്രം മതി, ഉറപ്പാണോ? വേണ്ട വേണ്ട വേണ്ട, ഫ്രണ്ടിലും കൂടി വേണം. ഓക്കേടാ, സെറ്റ്. എനിക്ക് വീല് ഒന്ന് നോക്കണമല്ലോ, വേറെ വല്ലതും ഉണ്ടോ? ഈ വീല് മതിയാ? വേണ്ട, ഇത് നമ്മുടെ മറ്റേ വണ്ടിയിലുള്ളതല്ലേ. ഞാൻ അടുത്ത വീല് കാണിച്ചു ഫ്രാങ്ക്ലിൻ. ഈ വീലല്ലേ ഈ വണ്ടി കിടന്നത്? ആ, അന്ന് അടുത്ത വീല് കാണിക്ക്. ഇതല്ലേ നമ്മുടെ താറി കിടക്കണ വീല്, അന്ന് അടുത്ത വീല് കാണിക്ക്. ഇത് കട്ട ഷോവോ? ഇതും കട്ട ഷോവോ? ഇത് കിടക്കണ വീല് മതി ഫ്രാങ്ക്ലിൻ. ഓക്കേടാ ഷിൻജാനെ. നൈട്രോ കയറ്റണാടാ. അപ്പോൾ ഷിൻജാൻ നൈട്രോ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് കയറ്റണ. സ്പോർട്ട് ബ്രേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനിയും നമുക്ക് ഗ്ലാസ് ടിൻ്റ് അടിക്കണ്ടേ? ഷിൻജാനെ നീ പറ, ഗ്ലാസ് ടിൻ്റ് അടിക്കണ. അപ്പോൾ നമ്മൾ ഷിൻജാൻ പറഞ്ഞ പോലെ ഗ്ലാസ് ടിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഡിഫിക്കേഷൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി പതുക്കി അങ്ങോട്ട് പുറത്തോട്ട് ഇറക്കാം. ഷിൻജാനെ, നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇടിച്ചേനെ വണ്ടി ഇറക്കിയപ്പോൾ തന്നെ ഗൈസ്. ഇനി ഈ ഫുട്പാത്തിൽ കൂടി നമുക്ക് നൈസായിട്ട് ഈ വഴി പിടിക്കാം ഗൈസ്. ഫുട്പാത്തിൽ കൂടി പോകണമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ വണ്ടി ഇപ്പോൾ ഫുട്പാത്തിൽ കൂടി ജസ്റ്റ് ഒന്ന് കയറ്റിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒന്നിനുമല്ല, പെട്ടെന്ന് വഴി കറക്റ്റ് ആവാൻ. ഗൈസ്, ഒരുത്തനാണെങ്കിൽ നമ്മുടെ വണ്ടി ചെറുതായിട്ട് തട്ടിയുള്ളൂ, അപ്പോൾ തന്നെ എന്താണ് അപ്പുറത്ത് തോട്ടിൽ പോയി. ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ ഷിൻജാനെ? എനിക്ക് ഫെറാറി ഓടിക്കാൻ വേണം. പിന്നെ എന്താടാ, ഞാൻ നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ തരാം. ഞാൻ പക്ഷേ വണ്ടി ഒന്ന് തിരിക്കട്ടെ. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ ഓടിക്കാം. ഞാനല്ലല്ലോ ഓടിക്കേണ്ടത്, നീയല്ലേ ഷിൻജാൻ ഓടിക്കേണ്ടത്. ഫ്രാങ്ക്ലിൻ, ഞാനാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിച്ചാലോ? ഫ്രാങ്ക്ലിൻ വന്ന് വണ്ടി കയറി പെട്ടെന്ന്. ഓക്കേടാ ഷിൻജാനെ, ഞാൻ വണ്ടി കയറണാണ് ഗൈസ്. അപ്പം ഞാനാണ് വണ്ടി ഓടിക്കാൻ പോണത്. ഫ്രാങ്ക്ലിൻ വണ്ടി കയറണാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി അങ്ങോട്ട് എടുക്കാം. എടാ ഷിൻജാനെ, എന്താണ് പതുക്കെ പോയാൽ മതി കേട്ടാ. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ, ഞാൻ ഭയങ്കര സ്പീഡിൽ പോവും. സ്പീഡിൽ പോയിട്ട് അങ്ങനെ ഇടിപ്പിച്ചാൽ ഞാൻ നീ വന്ന ദിവസം തന്നെ നിന്നെ ചവിട്ടി എറിയും. ഫ്രാങ്ക്ലിൻ ഞാൻ എക്സ്പെർട്ട് ഡ്രൈവറാണ്, ഞാൻ ഇടിപ്പിക്കുന്നില്ല.
കാണാം. ഓക്കെ ഫ്രാങ്കിലാണ്, കാണാം, ബെറ്റ്. ആടാ ഷിൻചാനെ, കണ്ടാ ഫ്രാങ്കില, ഞാൻ ഒട്ടും ഇടിപ്പിച്ചില്ല. കണ്ട്, നീ ഒട്ടും ഇടിപ്പിച്ചില്ല ഫ്രാങ്കിലാണ്. അതെ, ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിയ ഫ്രാങ്കിലാണ്. എനിക്ക് എന്ത് തരും? ഞാൻ നിനക്ക് കിൻഡർ ജോയ് മേടിച്ച് തരാം. എൻ്റെ പൊന്നോ, പറഞ്ഞ് നാവെടുത്തില്ല. എടാ ഷിൻചാനെ, കള്ള ഷിൻചാനാ, നീ പുതിയ വണ്ടി അങ്ങാടെടുത്ത് നശിപ്പിച്ചല്ലേ. എടാ ഞാൻ കാണിച്ചു തരാം. സോറി ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ അണ്ണാ, സോറി ഫ്രാങ്ക്ലിൻ അണ്ണാ. വണ്ടി ചെറുതായിട്ടൊന്ന് ഫ്രാങ്ക്ലിൻ അണ്ണൻ കാരണോട്. ഫ്രാങ്ക്ലിൻ അണ്ണാ, ഞാൻ വണ്ടി ശരിയാക്കി തരാം ഫ്രാങ്ക്ലിൻ അണ്ണാ. വേണ്ട, ഇനി വണ്ടി കുഴപ്പമില്ല. ഇനി നീ ഇടിപ്പിക്കുമോ? ഇല്ല ഫ്രാങ്ക്ലിൻ അണ്ണാ, ഞാൻ ഒരിക്കലും വണ്ടി ഇടിപ്പിക്കൂല. അത് കേട്ടാൽ മതി. ഇനി നീ വണ്ടി ഇടിപ്പിച്ചാൽ ഞാൻ നിനക്ക് ഒരിക്കലും വണ്ടി കഴിയൂലടാ ഷിൻചാനെ. ആ ഫ്രാങ്ക്ലിൻ അണ്ണാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഷിൻചാൻ ചെറുതായിട്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. നമ്മ അവന് ക്ഷമിച്ചു കൊടുത്തു ഗൈസ്. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷിൻചാൻ്റെ അടുത്ത് പറയാം. അവിടെ ഷിൻചാനെ പറയടാ ലാസ്റ്റത്തെ ഡയലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും